നമസ്കാരം. കേരളം പല കാര്യങ്ങളിലും ഒന്നാമതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഈയിടെ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തിയത് അത്ര അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യത്തിലല്ല. എന്താണ് ആ ഞെട്ടിക്കുന്ന വിവരം എന്നതിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. 58.2%. ഇതൊരു ചെറിയ കണക്കല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ പകുതിയിൽ കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. എന്തായിരിക്കും ഇതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത് കേരളത്തിലെ കുടവയറുള്ളവരുടെ കണക്കാണ്. വൈദ്യശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ അബ്ഡോമിനൽ ഒബേസിറ്റി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഏറ്റവും പുതിയ പഠനം പറയുന്നത് ഈ കാര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 നമ്മളാണെന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമൊക്കെ മുൻപന്തിയിലുള്ള നമ്മുടെ കേരളം ഇങ്ങനെയൊരു അനാരോഗ്യ കിരീടം തലയിലണിയാൻ ഇടയായത്? സംഭവം വളരെ ലളിതമാണ്. കേരളത്തിലെ പകുതിയിലധികം പേരുടെയും വയറിനു ചുറ്റും അപകടകരമായ രീതിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പണ്ട് ഈ കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്ന പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ നമ്മളിപ്പോൾ പിന്നിലാക്കിയിരിക്കുകയാണ്. ഇതിലെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് കുടവയറിനെ നമ്മൾ കണ്ടിരുന്ന രീതിയെ മാറിയിരിക്കുന്നു. അന്ന് അതൊരു ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ലക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് ആരോഗ്യവിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു മെറ്റബോളിക് ബോംബ് എന്നാണ്. അപ്പോൾ ഇതൊരു സൗന്ദര്യത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ കാണുന്ന വയറിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കുടവയറെന്ന് പറയുമ്പോൾ അത് വെറുതെ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പല്ലട്ടോ. അതിനേക്കാൾ എത്രയോ അപകടകാരിയാണ് വിസറൽ ഫാറ്റ്. അതായത് നമ്മുടെ കരള്, പാൻക്രിയാസ് പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളെയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരുതരം കൊഴുപ്പാണിത്. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം സിസ്റ്റം താറുമാറാക്കുന്നത്. ഇതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തിൻ ഫാറ്റ് എന്ന അവസ്ഥയാണ്. അതായത് പുറമേ കാണാൻ മെലിഞ്ഞിരിക്കും, കയ്യും കാലുമൊന്നും തടിയില്ലായിരിക്കും, BMI നോക്കിയാൽ നോർമലായിരിക്കും, പക്ഷേ വയറിനുള്ളിൽ ഈ വിസറൽ ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവാം. ഇത് ശരിക്കും ഒരു സൈലന്റ് കില്ലറാണ്. ഇതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. ഒരു പ്രശ്നം മറ്റൊന്നിലേക്ക്, അത് അടുത്തതിലേക്ക്, അങ്ങനെ പോകും. ഈ അപകടങ്ങളുടെ എല്ലാം തുടക്കം നമ്മുടെ വയറിലെ ആ അധിക കൊഴുപ്പാണെന്ന് മാത്രം ഓർത്താൽ മതി. ഈ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണ് എന്ന് പറയുന്നത് ഫാറ്റി ലിവറാണ്. കരളിൽ ഈ കൊഴുപ്പ് വന്ന് അടിയുന്നതോടെ അതിന്റെ പ്രവർത്തനം പതിയെ പതിയെ താളം തെറ്റാൻ തുടങ്ങും. അങ്ങനെ കരളിന്റെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അത് ശരീരത്തിലെ ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകും. സിമ്പിളായി പറഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹത്തിലേക്കുള്ള വാതിലാണ് അവിടെ തുറക്കുന്നത്. ഒടുവിൽ ഈ ശൃംഖല നമ്മളെ എവിടെ എത്തിക്കുമെന്നോ? ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും, ഹൃദയാഘാതം, പക്ഷാഘാതം, അങ്ങനെ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന വലിയ വലിയ അസുഖങ്ങളിലേക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്ക് മാത്രം ഇങ്ങനെ കൂട്ടത്തോടെ കുടവയർ വരുന്നത്? ആരാണിതിനു പിന്നിലെ യഥാർത്ഥ വില്ലന്മാർ? നമുക്ക് നോക്കാം. പ്രധാനമായും 3 വില്ലന്മാരാണിതിനു പിന്നിൽ. 1 നമ്മുടെ ഭക്ഷണരീതി, 2 വ്യായാമം തീരെയില്ലാത്ത നമ്മുടെ ജീവിതശൈലി, പിന്നെ നമ്മൾ ആരും അത്ര കാര്യമായി എടുക്കാത്ത മാനസിക സമ്മർദ്ദം. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എടുക്കാം. രാവിലെ പുട്ട്, ഉച്ചയ്ക്ക് ഒരുപാട് ചോറ്, രാത്രിയിൽ അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി. എപ്പോഴും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം കൂടുതലാണ്. പോരാത്തതിന് പൊറോട്ട, ബേക്കറി പലഹാരങ്ങൾ. ഈ കോംബോ കൂടിയാവുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇനി ജീവിതശൈലിയുടെ കാര്യം. പണ്ടത്തെ പോലെ പറമ്പിൽ കിളക്കാനോ ഒരുപാട് നടക്കാനോ ഒന്നും ഇന്നാരുമില്ല. ഭൂരിഭാഗം പേർക്കും ഓഫീസുകളിൽ മണിക്കൂറുകളോളം ഇരുന്നുള്ള ജോലിയാണ്. വീട്ടിലാണെങ്കിൽ മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും. ശരീരം അനങ്ങാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു. ഇതിനെയാണ് നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്ട്രെസ് നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്നൊരു വില്ലനാണിത്. ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കും. ഈ കോർട്ടിസോളിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. കിട്ടുന്ന കൊഴുപ്പിനെല്ലാം പിടിച്ചു വയറിന് ചുറ്റും കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് ഇനി കുടവയറിനെ കാണുമ്പോൾ അതൊരു സൗന്ദര്യ പ്രശ്നമായി മാത്രം കാണരുത്. അത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. അതെ, ഇതൊരു വെറും മുന്നറിയിപ്പല്ല, ഒരു അപായ സൈറനാണ്. ഒരു മെറ്റബോളിക് വാർണിംഗ് സൈൻ. നിങ്ങളുടെ ഉള്ളിലുള്ള അവയവങ്ങൾ അപകടത്തിലാണെന്ന് ശരീരം പുറത്തേക്ക് വിളിച്ചു പറയുന്നതാണ് ഈ കുടവയർ. വലിയ അസുഖങ്ങൾ വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് കിട്ടുന്നൊരു സൂചന കൂടിയാണിത്. അപ്പോൾ ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? പേടിക്കേണ്ട, വഴികളുണ്ട്. പക്ഷെ അതിന് നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. ഇതിനുള്ള ഉത്തരം നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. നമ്മുടെ ജീവിതശൈലിയിൽ തന്നെയാണ് ആ മാറ്റം തുടങ്ങേണ്ടത്. ഒന്നാമതായി ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക. ചോറും
മറ്റ് അന്നജങ്ങളും കുറച്ച് പകരം ധാരാളം പച്ചക്കറികളും പ്രോട്ടീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായി വ്യായാമം. ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നടക്കാനോ ഓടാനോ ശ്രമിക്കുക. നമ്മളെന്നും പല്ല് തേക്കുന്നില്ലേ? അതുപോലെ വ്യായാമവും ഒരു ശീലമാക്കണം. ഒപ്പം നല്ല ഉറക്കവും വിശ്രമവും അത്യാവശ്യമാണ്. ഈ ഒരു വാചകം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഇന്നത്തെ നമ്മുടെ കുടവയറ് നാളെ വരാനിരിക്കുന്ന പ്രമേഹത്തിന്റെയും ഹൃദ്രോഗത്തിന്റെയും ഒരു ട്രെയിലർ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കു വേണ്ടി, നമ്മുടെ കേരളത്തിനു വേണ്ടി നമ്മുടെ അരക്കെട്ടിന്റെ അളവ് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാണോ? ഈ മാറ്റം നമ്മൾ ഓരോരുത്തരിലും എന്ന് തന്നെ തുടങ്ങണം.